എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മളിന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് കുറേ നാളായി നമ്മുടെ അടുത്ത് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് നമ്മുടെ ഇവിടുത്തെ ടേബിൾ റോസിന്റെ വെറൈറ്റി കാണിച്ചു തരാമെന്ന്. അപ്പോൾ അതിങ്ങനെ മാറ്റി മാറ്റി വെച്ചിരിക്കുമായിരുന്നു. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാണിച്ചു തരാമെന്ന്, പക്ഷെ അത് നമുക്ക് കാണിക്കാനുള്ള ഒരു അവസരം വന്നില്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ നമുക്ക് ഇതൊരു 10 മണിയൊക്കെ ആകുമ്പോഴേ ഇവിടെ പൂ നന്നായിട്ട് വിരിഞ്ഞ് വരത്തുള്ളൂ. എല്ലാം നല്ല ഭംഗിയായിട്ട് കാണിക്കാൻ പറ്റണമെങ്കിൽ ആ സമയത്തേ പറ്റുള്ളൂ. ആ സമയത്ത് പാറൂസിനെയും കൊണ്ട് നമുക്ക് ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല, നല്ല വെയിലാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാരണങ്ങൾ കൊണ്ടും പിന്നെ മഴയായി, അപ്പോൾ പൂ കുറഞ്ഞു, അതൊക്കെ കൊണ്ട് നമ്മളിങ്ങനെ മാറ്റി വെച്ചേക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് ഇവിടുത്തെ എത്ര വെറൈറ്റി ടേബിൾ റോസ് ആണുള്ളതെന്ന് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോവാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോഴത്തേക്കും തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ അമർത്തി ഓൾ എന്നുള്ള ഓപ്ഷൻ ആക്കി കഴിഞ്ഞാൽ ഞങ്ങളിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ ടേബിൾ റോസിൻ്റെ വെറൈറ്റി എത്രയെന്ന് നോക്കിയിട്ട് വരാം, വീഡിയോയിലോട്ട് പോവാം. ആദ്യം നമ്മൾ മേളിൽ ഈ സെക്ഷനിലുള്ളതായിട്ടോ കാണിച്ചു തരാൻ പോകുന്നത്. നല്ല വെയില ഞാൻ പറഞ്ഞതുപോലെ തന്നെ. അപ്പോൾ പെട്ടെന്ന് കാണിച്ചു തരാം. അമ്മയും പാറൂസ് പിള്ളേരും എല്ലാം ഇവിടെയുണ്ട്. ഈ പാറൂട്ടിയെ കൊണ്ട് ഇവിടെ നിർത്തി കാണിക്കുന്ന ബുദ്ധിമുട്ട് കൊണ്ടാണ്, കണ്ടല്ലോ പാറൂട്ടിയുണ്ട്. അപ്പോൾ പാറൂസിനെ കൊണ്ട് ഇവിടെ നിർത്തി കാണിക്കുന്ന ബുദ്ധിമുട്ട് കൊണ്ടാണ് ഞാൻ ഇത്രയും ദിവസം ഇത് ചെയ്യാതിരുന്നത്. അപ്പോൾ ഇന്ന് മഴയാണ്, എന്നിരുന്നാലും എപ്പോഴത്തെയും പോലെ പൂവില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ, അത്യാവശ്യം പൂവുണ്ട്. അപ്പോൾ ഉള്ള വെറൈറ്റി എല്ലാം നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പോൾ ഇവിടെ നമുക്ക് എല്ലാം മിക്സായിട്ടാണ് കേട്ടോ നിൽക്കുന്നത്. നമ്മൾ ഓരോ സെക്ഷൻ തിരിച്ചാണ് നട്ടതെങ്കിലും എല്ലാം കൂടി ഇപ്പോൾ ഇങ്ങനെ കൂടി നിൽപ്പുണ്ട്. അപ്പോൾ ഞാൻ ഒരു സൈഡിൽ നിന്ന് പറഞ്ഞുതരാം കേട്ടോ. അപ്പം ഒരു സിംഗിൾ കളറ് ഒരു യെല്ലോ ഉണ്ട് കേട്ടോ, അടുക്കുള്ള ഒരു യെല്ലോ ഉണ്ട്. അപ്പോൾ ഒരു വെറൈറ്റിയായി. പിന്നെ ഒരു ലൈറ്റ് യെല്ലോ ഷെയ്ഡാണ് ഇത്. ചിലപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ വെള്ളയായിട്ടായിരിക്കാം കാണുന്നത്, പക്ഷെ ഒരു ലൈറ്റ് യെല്ലോ ആട്ടോ. അതൊരു സിംഗിളാണ്, ഡബിൾ അല്ല, സിംഗിളാണ്. പക്ഷെ അത്യാവശ്യം വലിയ പൂവാണ് കേട്ടോ. അത് വേറൊരു വെറൈറ്റി. അത് ഇപ്പം 2 വെറൈറ്റി ആയി കേട്ടോ ഇവിടുത്തെ. ഇനി അടുത്തത് ഒരു ഡബിൾ കളറാണ്. ഒരു പിങ്കും അതുപോലൊരു യെല്ലോ, ലൈറ്റ് യെല്ലോ ഷെയ്ഡും കൂടെ ഉള്ളതാണ് കേട്ടോ. യെല്ലോയാണിത്, അതും സിംഗിളാണ്, ഒരേതാണ്, അതും വലിയ പൂവാട്ടോ. നിപ്പുണ്ട്. പിന്നെ ഞാൻ ഈ കാണിച്ച യെല്ലോ അടുക്കില്ലേ, ഇതല്ലാണ്ട് അതിൻ്റെ തന്നെ ഒരു റെഡ് ഷെയ്ഡ് ഉള്ളതുണ്ട്, അത് കാണിച്ചു തരാം. മറ്റത് പ്ലെയിൻ ആയിരുന്നു, ഇത് പക്ഷേ ഇങ്ങനെ അതിനകത്ത് ഒരു അടുക്ക് വരുന്നത് ഒരു റെഡ് കളർ ഷെയ്ഡാണ്. അടുത്തത് ഇതെല്ലാം കാണിച്ചായിരുന്നു. ഇതെല്ലാം നേരത്തെ ഞാൻ പറഞ്ഞതിൻ്റെ ആ ഒരു ലൈറ്റ് യെല്ലോയും അതുപോലെ നമ്മുടെ പിങ്കും കൂടെ ചേർന്ന മിക്സിൻ്റെയാണ് ഇവിടെ ഫുള്ള് നിൽപ്പുണ്ട്. പിന്നെ ഉള്ളത് ഒരു ഓറഞ്ച് ഉണ്ട്, ഡബിൾ അടുക്കുള്ളതാണ് കേട്ടോ. അടുക്കുള്ളൊരു ഓറഞ്ച് നിൽപ്പുണ്ട്. പിന്നെ നമുക്ക് അടുത്തുള്ളത് ഒരു റെഡാണ് കേട്ടോ, നല്ല ഭംഗിയുള്ള റെഡ് കളർ നിൽപ്പുണ്ട്. അല്ല, ഓറഞ്ച് നിൽക്കുന്നു, ഇത് റെഡ് നിപ്പുണ്ട്, റെഡ് കളർ, അത് അടുക്കുള്ളത്. പിന്നെ ഒരു പിങ്കും അതുപോലെ തന്നെ അതിൻ്റെ ചുറ്റും യെല്ലോ കളർ ഷെയ്ഡ് വന്നിട്ട് അടുക്കുള്ളത് നിപ്പുണ്ട്. പിന്നെ യെല്ലോ സിംഗിൾ ഷെയ്ഡുണ്ട്, നിപ്പുണ്ട് യെല്ലോ സിംഗിൾ ഷെയ്ഡ്. ഇതെല്ലാം സിംഗിൾ ഷെയ്ഡാണ്. വെയിലായതുകൊണ്ട് കറക്റ്റ് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല കേട്ടോ. പക്ഷേ ഈ ടൈമിലല്ലാതെ നമുക്ക് പൂ കാണിക്കാനും പറ്റില്ല, അതാണ് കാര്യം. പിന്നെ ഇത് നേരത്തെ കാണിച്ചിരുന്ന പിങ്കും യെല്ലോ ഷെയ്ഡും കൂടെ ഉള്ളത്. പിന്നെ നിപ്പുണ്ട് ഒരു അടുക്ക് വന്നിട്ട് ലൈറ്റ് പിങ്ക് അല്ല, ലൈറ്റ് റോസും വൈറ്റും കൂടെ മിക്സ് ചെയ്തിട്ടുള്ളത്. അത് നല്ല ഭംഗിയാണ് കേട്ടോ. കറക്റ്റ് റോസാപ്പൂ നമ്മൾ നിൽക്കുന്നത് പോലെ തന്നെയുണ്ട്. ലൈറ്റ് പിങ്ക് ഷെയ്ഡും പിന്നെ യെല്ലോയുടെ അടുക്കുണ്ട്. നമ്മൾ യെല്ലോ നേരത്തെ അടുക്കല്ലാത്തതാണ് കണ്ടത്, സിംഗിള്. ഇത് യെല്ലോയുടെ അടുക്കാം. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ മഴ ആയതുകൊണ്ട് ഒരുപാട് പൂ കുറവാണ് കേട്ടോ. നമ്മൾ പക്ഷേ ഒരുപാട് കളർ ഇതിൻ്റെ ഇടയിലുണ്ട്. ഇന്ന് പൂവുള്ളതാണ് ഞാനിന്ന് മാക്സിമം കാണിച്ചു തന്നത്. പിന്നെ ഒരു വൈറ്റ് ഉണ്ട് കേട്ടോ ഇവിടെ.
വൈറ്റ്, അതിൻ്റെ നടുവിലൊരു ചെറിയൊരു യെല്ലോയുടെ ഇതാണുള്ളത്, പക്ഷെ വൈറ്റ്. പിന്നെ പ്യുവർ വൈറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഇത് നിൽക്കുന്നത് പോലെ തന്നെ പ്യുവർ വൈറ്റ് ഉണ്ടായിരുന്നു ഇങ്ങോട്ട്, പക്ഷെ അതിന്ന് പൂവില്ല. താഴെ ഉണ്ടല്ലേ? അപ്പോൾ താഴെ കാണിച്ചു തരാം കേട്ടോ, അതവിടെ ഉണ്ടെന്ന്. അപ്പോൾ ഇവിടെ നമ്മൾ നിർത്തിയിരിക്കുന്ന ഇത്രയാണ്. പിന്നെ നമ്മൾ ആ മഴ ടൈമിൽ കുറേ മാറ്റി വെച്ചിരുന്നില്ലേ, അതെല്ലാം ഇവിടെ നിൽപ്പുണ്ട് കേട്ടോ. മഴ ടൈമിൽ നമ്മൾ പറഞ്ഞില്ലേ മഴക്കാലത്ത് എങ്ങനെ നമ്മുടെ ടേബിൾ റോസിനെ സംരക്ഷിക്കുക എന്ന് പറഞ്ഞൊരു വീഡിയോയിൽ നമ്മൾ ചെയ്തിരുന്നു. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ദേ ഇവിടെ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ താഴെ കുറേ ഉണ്ട്. ഇവിടെ നല്ലതുപോലെ പൂവായിട്ട് ദേ നിൽപ്പുണ്ട്. ഇതിലും അവിടെ നിൽക്കുന്നത് കണ്ടോ, അത് മഴവെള്ളത്തിൽ നിൽക്കുന്നതുകൊണ്ട് നമുക്ക് ഈ പൂന്ന് അവിടെ എത്ര ക്ലിയർ ആയിട്ട് കാണാൻ പറ്റില്ല കേട്ടോ. പിന്നെ ദേ ഒരു പിങ്ക് മാത്രമായിട്ട് നിൽപ്പുണ്ട്. നല്ല ഭംഗിയാട്ടോ. ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ വ്യത്യാസം മനസ്സിലായിരിക്കും. അവിടെ ഈ മഴയത്ത് നിൽക്കുന്ന പൂവും ഇവിടെ നമ്മൾ ഷെയ്ഡിൽ മാറ്റി വെച്ചിരിക്കുന്ന ഇതും കൂടി തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. ഇന്നലെയൊക്കെ നല്ല മഴയുണ്ടായിരുന്നു കേട്ടോ, അതുകൊണ്ട് പൂവെല്ലാം അത്ര നന്നായിട്ട് നിൽപ്പില്ല. ഇച്ചിരി ഒരു ഇതുണ്ട് വെള്ളം വീണതിൻ്റെയൊക്കെ. പക്ഷേ ഇതേ ആ മഴവെള്ളത്തിൽ നിൽക്കാതെ നമ്മൾ ഈ ഷെയ്ഡിൽ വച്ചിരിക്കുന്ന പൂ കാണുമ്പോഴത്തേക്കും അതിൻ്റെ ഒരു നിറവ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം നമുക്ക് ഇവിടെ ഇത്ര വെറൈറ്റി ആട്ടോ ഇന്ന് പൂത്തിട്ടുള്ളത്. ഞാൻ പറഞ്ഞ പോലെ മഴയായതുകൊണ്ട് തന്നെ പിന്നെ ഒരുപാട് പൂവൊന്നും ഇപ്പം ഇല്ല, പൂത്തിട്ടില്ല. അപ്പോൾ ഇവിടെയുള്ളതെല്ലാം കാണിച്ചു തന്നു. ഇനി ഇതുപോലെ നമ്മൾ താഴെ കുറേ വെച്ചിട്ടുണ്ട്, അപ്പോൾ അതും കൂടെ കാണിച്ചു തരാം നിങ്ങൾക്ക്. അപ്പം നമ്മൾ താഴോട്ട് വന്നിട്ടുണ്ട് കേട്ടോ. താഴോട്ട് വന്ന് ഇവിടെയുള്ള പൂ കാണിച്ചു തരാം. അവിടെ ഇല്ലാത്തത് ഇവിടെയുള്ള പൂ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഏതൊക്കെയാണ് അവിടെ ഇല്ലാത്തൊരു പിങ്ക് ഇവിടെ പൂത്ത് നിൽപ്പുണ്ട് കേട്ടോ, അത് കാണിച്ചു തരുമോ താഴെ. ആ ഒരു അടുക്കുള്ള നല്ല ഭംഗിയുണ്ട് കേട്ടോ, റോസാപ്പൂ പോലെ തന്നെ നിൽപ്പുണ്ട്. അപ്പോൾ ദേ ഇവിടെ ഒരു യെല്ലോ കളർ നിൽപ്പുണ്ട് കേട്ടോ, സിംഗിൾ. ഇത് മാത്രമായിട്ട് നമ്മൾ ചട്ടിയിലേക്ക് നട്ടിക്കുന്നതാണ്. പിന്നെ അടുത്തിവിടെ ഉള്ളത് ഇതെല്ലാം മാറ്റി വെച്ചതാണ് കേട്ടോ. ഈ മഴ ടൈമിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ അമ്മ ഷെയ്ഡിലോട്ട് മാറ്റി വെച്ചതാണ്. അതെല്ലാം പൂവായിട്ട് വരുന്നതൊക്കെ ഉള്ളൂ കേട്ടോ, കുറച്ചായിട്ടേ ഉള്ളൂ മാറ്റിയിട്ട്. അപ്പം അതിലൊരു കുഞ്ഞൊരു പിങ്ക് ഉണ്ട്, സിംഗിൾ ഒരു പിങ്ക് അല്ല, ഇതൊരു ഷെയ്ഡിനല്ലേ. അമ്മ അപ്പം ഒരു കുഞ്ഞു പൂന്നിപ്പുണ്ട്. അതിൽ ഒരു പിങ്ക് ഷെയ്ഡിൽ ഒരു സിംഗിൾ. നമ്മൾ മേളിൽ ഡബിളാണ് കണ്ടത്, ഇവിടെ ഒരു സിംഗിളുണ്ട്. ഇവിടെ പാറൂട്ടി മേളമാണ്. അപ്പോൾ ഇവിടത്തേക്ക് ആവുന്നേ ഉള്ളൂ കേട്ടോ. ഇനി നമ്മൾ ഹാങ്ങിങ്ങിൽ കുറച്ച് ചെയ്തിട്ടുണ്ട്, അത് കാണിച്ചു തരാം. ഹാങ്ങിങ്ങിലുള്ള ഒരു വെറൈറ്റി ഉണ്ട് ഹാങ്ങിങ്ങിൽ. ഒരു വൈറ്റിനകത്ത് പിങ്ക്. ആദ്യകൂട്ട പറഞ്ഞ പോലെ തന്നെ അതൊരു വലിയ പൂവാട്ടോ. കാണിച്ചു തരാം. ഇങ്ങനെ കിട്ടുമ്പോഴത്തേക്കും നല്ല ഭംഗിയാണ്, നല്ല വലുതാണത്. വൈറ്റിനകത്ത് പിങ്ക് വന്നിട്ട് അത് ഇവിടെയുള്ള ഒരു വെറൈറ്റിയാണ് താഴെയുള്ള. പിന്നെ അവിടെ ഇല്ലാത്തത് ഫ്ലവർ അടുക്കുള്ളത് അത് ഇവിടെ നിൽപ്പുണ്ട് കേട്ടോ. ഒരു പ്യുവർ വൈറ്റായിട്ട് അടുക്കുള്ളതായിട്ട് കറക്റ്റ് നമ്മളൊരു വൈറ്റ് റോസ് നിൽക്കുന്നത് പോലെ പൂത്ത് നിൽപ്പുണ്ട്. അത് മേളിലില്ലാത്തൊരു വെറൈറ്റി ആയിരുന്നു കേട്ടോ. മേളിൽ ചെടിയുണ്ട്, ഇതിൻ്റെ തൈയുണ്ട്, പക്ഷേ അതിലൊന്നും പൂവില്ല. അപ്പോൾ അത് ഇതിൽ നിൽപ്പുണ്ട്. ലൈറ്റ് യെല്ലോയിൽ അടുക്കുള്ളത് അത് മാത്രമായിട്ടുള്ളത് ഉണ്ട്. പിന്നെ ബാക്കി ഇതിലുള്ളത് നമ്മൾ മേളിൽ കണ്ടത് തന്നെയാണ് ഇത്. അപ്പോൾ ഇത് അടുത്ത് ഈ ഒരു ഹാങ്ങിങ്ങിൽ ഈ ഒരു ഡബിൾ കളറാണുള്ളത്, നിങ്ങൾ മേളിൽ നിന്ന് കണ്ടതാണ്. ഇനി പറഞ്ഞതുപോലെ തന്നെ ഒരു ദിവസം ചിലപ്പം എല്ലാത്തിലും പൂ കാണില്ല, എന്നാലും മാക്സിമം ഉള്ള പൂവെല്ലാം കാണിച്ചു തന്നിട്ടുണ്ട് കേട്ടോ. ഇത്രയൊക്കെ ആയിട്ടോ ഇവിടെയുള്ള ടേബിൾ റോസിൻ്റെ വെറൈറ്റി. ഇനിയും ഇതുപോലെ തന്നെ ഇന്ന് പൂക്കാത്ത കുറച്ച് പൂവൊക്കെ ഉണ്ട്, അത് വേറെ വീഡിയോയിലൊക്കെ ഉൾപ്പെടുത്താം കേട്ടോ. അപ്പോൾ പാറക്കുട്ടി ബഹളമാണ്. അപ്പോൾ ഇതുകൊണ്ടൊക്കെയാണ് വീഡിയോ എടുക്കാൻ പറ്റാത്തത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. നിങ്ങൾ റിക്വസ്റ്റ് ചെയ്ത വീഡിയോ ആയിരുന്നു, കുറേ നാളുകൊണ്ട് ഞാൻ കാണിച്ചിരുന്നു വിചാരിച്ച് നടക്കാത്തൊരു സംഭവമായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.